നമ്മുടെ രാജ്യം അതിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. 2024 ഏപ്രിൽ പകുതി മുതൽ ജൂൺ തുടക്കം വരെ നീണ്ടു നിൽക്കുന്ന 7 ഫേസിലൂടെ പൂർത്തിയാകുന്ന വോട്ടെടുപ്പും ജൂൺ ആദ്യവാരത്തിൽ നടക്കുന്ന ഫലപ്രഖ്യാപനത്തിന് ശേഷം അടുത്ത 5 വർഷം നമ്മൾ എത്തരത്തിലുള്ള ഒരു സർക്കാരാൽ നയിക്കപ്പെടും എന്ന് തീരുമാനിക്കുന്ന സുപ്രധാന സംഭവം. എല്ലാ 5 വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പുകൾ നടക്കാറില്ലേ? ഭരണ തുടർച്ചയോ പുതിയ സർക്കാരുകളോ നിലവിൽ വരുന്നത് ഒരു സാധാരണ സംഭവം മാത്രമല്ലേ? അതിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിനുള്ളത്? അതാണ് പ്രധാനം. നമ്മുടെ രാജ്യം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതനിരപേക്ഷതയിൽ, സാഹോദര്യത്തിൽ, സമത്വത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഭരണഘടന നിലനിൽക്കണമോ, അതോ ഇന്ന് വരെ നേടിയ നേട്ടങ്ങൾ കാലക്രമത്തിൽ അടിയറ വെക്കേണ്ടി വരുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി നമ്മൾ മാറണമോ എന്ന തിരഞ്ഞെടുപ്പായിരിക്കും ജൂണിൽ വരുന്ന ഫലപ്രഖ്യാപനത്തിലൂടെ സംഭവിക്കുക. ഈ നിർണായക ഘട്ടത്തിൽ ഓരോ സംസ്ഥാനത്തെയും ജനതയ്ക്ക് അവർ നിർവഹിക്കേണ്ടുന്ന പങ്ക് ചെറുതല്ല. പ്രത്യേകിച്ചും വലിയ അളവ് വരെ ചെറുപ്പക്കാരായ വോട്ടർമാരുള്ള കേരളത്തിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. 20 എംപിമാർ മാത്രമുള്ള കേരളം 540 സീറ്റുകളിൽ വലിയ സ്വാധീനം അംഗബലത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്നില്ല എങ്കിലും രാജ്യം നേരിടാൻ സാധ്യതയുള്ള നിർണായക കാലഘട്ടത്തിൽ ഒരു തിരുത്തൽ ശക്തിയാകാൻ നമുക്ക് കഴിയണം. ഇവിടെ രാഷ്ട്രീയം മാത്രമാണ് പ്രസക്തി. മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ടുള്ള പുരോഗമന രാഷ്ട്രീയ ചേരിയിൽ നിലകൊള്ളണമോ, അതോ മതാധിഷ്ഠിതമായ കാലത്തെ പുറകോട്ടടിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. കേരളത്തിൽ പ്രധാനമായും 2 മുന്നണികളും, LDF ആൻഡ് UDF, കൂടാതെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളതും ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയായ BJP നയിക്കുന്ന NDAയുമാണല്ലോ മത്സരരംഗത്തുള്ളത്. നമ്മളുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നതിനു വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ജയിക്കാതിരിക്കുക എന്നതാണ്. മറ്റ് 2 മുന്നണികളിലും പെട്ടവർ ആണ് ജയിച്ചു പോകുന്നത് എങ്കിൽ NDAയ്ക്ക് ദേശീയ തലത്തിൽ ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥിതിവിശേഷം വന്നാൽ അവിടെ വരുന്ന ബദൽ ഭരണ സംവിധാനത്തിൽ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഭാഗമായി തീരും അവർ എന്നതിൽ സംശയമില്ല. പക്ഷേ NDA കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും അധികാരം നിലനിർത്തുന്ന ആശ്വാസകരമല്ലാത്ത ഒരു സ്ഥിതി വന്നാൽ അവിടെ എത്തേണ്ടുന്നവർ 2-ൽ ആരെങ്കിലും ആയാൽ മതി എന്ന സ്ഥിതി അപ്രസക്തമാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വളരെ നിർണായകമാകും. ആശയപരമായി തന്നെ എതിർപ്പിൻ്റെ ശക്തിയാകാനും ഏകപക്ഷീയമായ മാറ്റങ്ങൾക്ക് തടയിടാനും അവരായിരിക്കും അനുയോജ്യർ. ഇനി നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കാം. നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം? നമ്മൾക്ക് വേണ്ടി നമ്മുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കാനും നമ്മൾക്ക് അവകാശപ്പെട്ടത് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് നേടിയെടുക്കാനും ആരായിരിക്കും യോഗ്യർ? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവുമായുള്ള ഇടപെടലുകളും അതിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളായുള്ള MPമാരും എങ്ങനെ ഇടപെട്ടു എന്ന് നോക്കേണ്ടതായി വരും. സംഘപരിവാറിന് കടന്നു ചെല്ലാനാകാത്ത വിധം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് വിന്ധ്യനിപ്പുറമുള്ള സെക്കൻഡ് ഭാരതം നിലകൊണ്ടപ്പോൾ അവർക്ക് തീർത്തും കണ്ണിലെ കരടായി മാറിയത് കേരളമാണ്. പിന്നെ ഒരു പരിധിവരെ തമിഴ്നാടും. ഈ 2 പ്രദേശങ്ങളുമാണ് സംഘപരിവാർ ഉയർത്തുന്ന ആശയങ്ങളോട് കലഹപ്പെട്ടു നിൽക്കുന്ന ആശയ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ദ്രാവിഡ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വയോട് സാമൂഹ്യ രാഷ്ട്രീയ ഭാഷാപരമായ പ്രതിരോധം വർഷങ്ങളുടെ പരിവർത്തനത്തിലൂടെ മനുഷ്യനെ മതത്തിനും ജാതിക്കും അപ്പുറം കാണുന്ന നവീന ആശയങ്ങളിലൂടെ നവോത്ഥാനം ചെയ്യപ്പെട്ട ഇടതുപക്ഷ മനസ്സുള്ള കേരളം അവർക്ക് ബാലിക്കര മലയായി മാറി. പാർലമെന്റിലേക്ക് ഒരു സീറ്റിലും വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നതിലുപരി ഒരു സീറ്റുണ്ടായിരുന്ന നിയമസഭയിൽ അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന വിധിയെഴുത്താണ് ഏറ്റവും ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൂടാതെ സംഘപരിവാർ അവരുടെ ആശയത്തിൻ്റെ
രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയഗതിയോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് ഭരണത്തിലുള്ളത് എന്നത് മറ്റിടങ്ങളിൽ പലവരും പ്രയോഗിച്ച ഫലപ്രാപ്തി നേടിയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി കൊതിപ്പിച്ച് പണം വാരിയെറിഞ്ഞ് മറ്റ് പാർട്ടിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ തങ്ങൾക്കൊപ്പം ചേർത്ത് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി സർക്കാരുകളെ മാറ്റുന്ന തന്ത്രവും ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് മാർഗം? ഒന്ന്, കേരളത്തെ അപമാനിക്കാൻ ഒരു വ്യാപക പ്രചരണം നടത്തുക. അതിലൂടെ 2 കാര്യങ്ങൾ നേടാൻ സംഘപരിവാർ പദ്ധതിയിടുന്നു. കണക്കുകൾ കഥ പറയുകയാണെങ്കിൽ ഒരു പുരോഗമന പൊതുസമൂഹം കൈവരിക്കേണ്ടുന്ന എല്ലാ രംഗങ്ങളിലും കേരളം മുന്നിട്ട് നിൽക്കുന്നു. അത് മറ്റിടങ്ങളിൽ കാലക്രമത്തിൽ തങ്ങൾക്ക് നേരെ ഉയരാവുന്ന ചോദ്യങ്ങളുടെ മുനയൊടിക്കുക. കേരളത്തിൽ തന്നെയുള്ള ഒരു വിഭാഗത്തെ ഇത്തരം പ്രോപ്പഗൻഡയുടെ ഭാഗമാക്കുക. രണ്ടാമതായി, കേരളം നേടിയ നേട്ടങ്ങളെ തടയുക. വികസനം മുരടിച്ചുണ്ടാക്കി അതിനുവേണ്ടി സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുക. മൂന്നാമതായി, സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഭരണസ്തംഭനം ഉണ്ടാക്കുക. സംഘപരിവാറിന്റെ കണ്ണിലെ കരടായ കേരളത്തെ നേരിടാൻ പ്രധാനമായി ഈ 3 കാര്യങ്ങളാൽ ഉൾപ്പെടുത്തിയ പ്രവർത്തനം രൂപപ്പെടുത്തിയത് കേന്ദ്ര നേതാക്കളെ ഇറക്കി കണ്ണൂരിൽ നടത്തിയ പദ്ധതിയുടെ പരിണത ഫലം കൂടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിനെതിരായി നട്ടാൽ കളിക്കാത്ത നുണപ്രചരണങ്ങൾ നടത്തുക, ഇവിടെ നടക്കുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളെയും ഊതിവീർപ്പിച്ച് ബോളിവുഡിലെയും കായിക രംഗത്തുമുള്ള സംഘപരിവാറിന് കുഴലൂതാൻ സദാ സന്നദ്ധരായ പ്രമുഖരെ വരെ ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണം, അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സൊമാലിയയോട് ഉപമിച്ചതു മുതൽ ഏതെങ്കിലും ഒരു മൃഗത്തിനു നേരെ ആരെങ്കിലും ആക്രമണം നടത്തിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരെ ഉപയോഗിച്ചും അകാരണമായി അതിൽ മതം കൊണ്ടുവരാൻ ബോധപൂർവമായി ശ്രമിച്ചും നടന്ന സംഭവങ്ങൾ ആധാരമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ അവഹേളിക്കുന്ന വാസ്തവവുമായി പൊരുത്തപ്പെടാത്ത കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് കിട്ടിയ പ്രചാരം നമ്മൾ കണ്ടതാണ്. കോടതിയുടെ ഇടപെടൽ കൊണ്ട് ഒരു സാങ്കല്പിക കഥ മാത്രമാണെന്ന് എഴുതി കാണിക്കേണ്ടി വന്നെങ്കിലും പ്രചാരണം അതിൻ്റെ വഴിയിൽ തന്നെ തുടർന്നു. ISSന് വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന് പറയുമ്പോൾ, അവരുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമാണ് ഇവിടം എന്ന് ആരോപിക്കുമ്പോൾ, കേരളം ഭാരതത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം ഓർക്കാൻ പോലും ഈ കൂട്ടർക്ക് തങ്ങളുടെ കേരള വിരോധത്താൽ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം സംഘടനകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രാജ്യങ്ങൾക്കോ സംഘടനകൾക്കോ ഇത്തരത്തിലുള്ള ഒരു വീക്ഷണം ഒരിക്കലും ഇല്ലായിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. കേരളം ഇസ്ലാമിക ജിഹാദികളുടെയും അവരോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും വിളനിലമാണ് എന്ന സത്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത പ്രചരണം നടത്തുന്നവർ ഇസ്ലാമിക തീവ്രവാദത്തിന് തുടക്കമിട്ടത് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള സർക്കാരിനെതിരെ ആണെന്നും അന്ന് അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നവരാണ് സംഘപരിവാരെന്നും ഓർക്കുന്നത് നല്ലതാണ്. കേരളം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കാലാകാലങ്ങളായി വന്ന സർക്കാരുകളുടെ പ്രവർത്തനത്തിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ്. സോഷ്യൽ ഇൻഡെക്സുകളിൽ നമ്മൾ ഏത് വികസിത രാജ്യത്തിനും ഒപ്പമാണ്. ജനസംഖ്യാ വർധനവിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലക്ഷ്യം കണ്ടിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റ് പല തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ കേന്ദ്ര വിഹിതത്തിൽ കുറവുണ്ടായി. നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന ഓരോ രൂപയിൽ നിന്നും നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന വളരെ ചെറിയ ഒരു പങ്ക് മാത്രമായി പരിമിതപ്പെട്ടു. അതോടൊപ്പം കേന്ദ്രത്തിന്റെ തന്ത്രങ്ങൾ മൂലം അവർ അവരുടെ വരുമാനം സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കണ്ടാത്ത തരത്തിലുള്ള സെസ് വർധനയിലൂടെ ഫെഡറലിസത്തിന് നിരക്കാത്ത മാർഗം അവലംബിക്കുകയും ചെയ്തു. ഒരു കൂട്ടം സാമ്പത്തിക വിദഗ്ധരും സംഘപരിവാറും ആക്ഷേപിക്കുന്നത് പോലെ നമ്മൾ ദൂർത്തിന്റെ ആൾക്കാർ തന്നെയാണ്. രാജ്യത്താദ്യമായി ഒരു ഇടതുപക്ഷ സർക്കാർ വാർദ്ധക്യത്തിലെത്തിയ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി 45 രൂപ പെൻഷൻ അനുവദിച്ചപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ അതിനെതിരെ ഉയർത്തിയ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ നമ്മൾ ആ ദൂർത്ത് തുടർന്നു. ഇന്നത് പ്രതിമാസം 1600 രൂപ വെച്ച് പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തി 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നു. ഇന്നിപ്പോൾ ഭാരതം മൊത്തം പല തോതുകളിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഭാഗമായി ഇത്തരം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉണ്ട്. ചില സംസ്ഥാനങ്ങളിലെങ്കിലും പെൻഷൻ തുക നമ്മളെക്കാൾ കൂടുതലാണ്. എങ്കിലും ഇത്ര വലിയ ഒരു സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പെൻഷൻ സംവിധാനം നമ്മളുടേത് മാത്രമാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഉയർന്ന വിഹിതം നീക്കിവെക്കുന്നത് നമ്മളുടെ മറ്റൊരു ദൂർത്താണ്. നമ്മൾ നേടിയെടുത്ത പുരോഗതി നിലനിർത്തണം.
നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം. സ്കൂളുകളും ആരോഗ്യ സ്ഥാപനങ്ങളും ലോക നിലവാരത്തിലെത്തണം. അതിന് പണം വേണം. നമ്മൾ ഭരണഘടന നൽകുന്ന ഫെഡറൽ തത്വങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനുള്ള മാർഗങ്ങൾ തേടിയതിൻ്റെ ഫലപ്രാപ്തിയായിരുന്നു കിഫ്ബിയും അതുപോലുള്ള മറ്റ് ധനസമാഹരണ മാർഗങ്ങളും. RBIയുടെ പൂർണ്ണ അനുമതി നേടിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നതെന്നതും നമ്മൾ മറക്കാൻ പാടില്ല. സമീപകാലത്തെങ്ങുമില്ലാത്ത വിധത്തിൽ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതുമൂലം കഴിഞ്ഞു. കേരളത്തിൻ്റെ കണ്ണിലെ കരടായി കാണുന്ന സംഘപരിവാറിന് ഇത് സഹിക്കാവുന്നതിനപ്പുറമായി. അതോടെ സാമ്പത്തിക അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലെത്തിക്കാൻ ബോധപൂർവമായ ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ കിട്ടാനുള്ള തുകകൾ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കാൻ തുനിഞ്ഞു പുറപ്പെട്ടതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഗവർണറെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ഭരണ തടസ്സം ഉണ്ടാക്കുക എന്നതായിരുന്നു അടുത്ത തന്ത്രം. സ്കൂളിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ കിഫ്ബി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്ന കാഴ്ചയ്ക്ക് പിന്നാലെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥി പ്രവാഹം തിരിച്ചെത്തുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. അടുത്ത ഊഴം ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്ന് കണ്ടപ്പോൾ കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കാനുള്ള സർക്കാരിൻ്റെ നയവും ഒത്തുചേർന്നാൽ അത് കേരളത്തെ ഏത് നിലയിൽ എത്തിക്കും എന്ന് മറ്റാർക്കുള്ളതിനേക്കാൾ സംഘപരിവാർ ബോധവാന്മാരായിരുന്നു. അതിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കി. അതിന് കുഴലൂത്ത് പാട്ടുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറം മുതലായുള്ള സംഘടനകൾ അണിനിരന്നതും നമ്മൾ കാണുകയുണ്ടായി. ഫെഡറലിസത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നിലപാടുമായി നിയമസഭയെ നോക്കുകുത്തിയായി അവിടെ പാസാക്കിയ നിയമങ്ങൾക്ക് മേലെ അനാവശ്യമായി അടയിരിക്കുന്ന ഗവർണറെയാണ് കണ്ടത്. താൻ ഗവർണറായിരിക്കുന്ന സംസ്ഥാനത്തിൽ ബോധപൂർവം ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ മുന്നോട്ടിറങ്ങിയ ഗവർണറുടെ തന്ത്രം വിജയം കാണാതിരുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കാണിച്ച ഉത്തരവാദിത്വ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നടന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കാൻ നമ്മൾ തന്നെ കേന്ദ്രീയ ഏജൻസികളെ വിളിച്ചു വരുത്തിയിട്ടും അതിലെ പ്രതികളെ കണ്ടെത്തുന്നതിന് പകരം ഒരു കൂട്ടം കഥകൾ സൃഷ്ടിക്കുകയും അതിലൂടെ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെ തകർക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണ് അവർ തുനിഞ്ഞത്. കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം അവർ തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത പദ്ധതികൾ ഇതുവരെ ഫലം കണ്ടില്ല എന്ന് മാത്രം. ഒരു കൂട്ടം ഭവനരഹിതർക്ക് വിദേശ സഹായത്തോടെ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു ഭവന പദ്ധതി പാതി വഴിയിൽ മുടക്കിക്കളയാൻ കേരള സ്നേഹികൾക്ക് കഴിഞ്ഞു എന്നതും അത്തരം ഉദ്യമങ്ങളിൽ വരാൻ താല്പര്യം കാണിച്ചവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നും അവർക്ക് അഭിമാനിക്കാം. ഇത്രയും കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഇതിനോട് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിനിധികളും എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. കണ്ണിലെ കരടായ കേരളത്തെ തകർക്കുക എന്നത് സംഘപരിവാർ പദ്ധതിയായതിനാൽ ആ വിഭാഗത്തിൽപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി ഇതിനെല്ലാം ഒത്താശ പാടി മുന്നിലുണ്ടായിരുന്നു. അവർക്ക് കേരളത്തിൻ്റെ ഓരോ വിഭാഗത്തിലുമുള്ള നീതി ആയോഗ് തന്നെ പുറത്തിറക്കുന്ന സ്കോർ കാർഡ് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. സാമ്പത്തികമായി ഞെരുക്കി ഇവിടുത്തെ ധനമാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് എല്ലാത്തിൻ്റെയും മുഖ്യ കാരണമെന്ന് പ്രചരിപ്പിക്കാൻ ഒരു സംഘടിത ശ്രമം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു പരിധിവരെ കേരളത്തെ വേറിട്ട് നിർത്തുന്ന ഇത്തരം നേട്ടങ്ങൾക്ക് തങ്ങളുടെ ഭരണകാലത്ത് തുടർന്ന നയങ്ങൾ കൊണ്ടുകൂടിയാണെന്ന് അവകാശപ്പെടാവുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സ്വാർത്ഥ താൽപര്യത്താൽ സംഘപരിവാർ ഡിസൈൻ്റെ പാളയത്തിൽ വീണുപോയതല്ലേ നമ്മൾ കണ്ടത്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലും ആത്മാഭിമാനം കൈവിടാതെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും അങ്ങനെ തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതിനു വേണ്ടി നിരന്തര പ്രയത്നവും സന്ധിയില്ലാ സമരവും നടത്തുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയായി ഇടതുപക്ഷം മാറുന്നത് കണ്ടു. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീക്കിയിരുന്ന വിഭവ സമാഹരണത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അത് ജനങ്ങളെ അറിയിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നവകേരള സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭ മൊത്തത്തിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങളെ കാണാൻ അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുനിഞ്ഞപ്പോൾ ആ സർക്കാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് UDF തീരുമാനിച്ചത്. അതിന് പകരമായി എങ്ങുമെത്താത്ത വിചാരണ സദസ്സുമായി അവർ രംഗത്തെത്തി. ജനങ്ങളെ അണിനിരത്തി
കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നതോടൊപ്പം സാമ്പത്തിക തകർച്ചയും ഭരണ തകർച്ചയും ലക്ഷ്യമിട്ട കേന്ദ്ര നയങ്ങൾക്കെതിരെ നിയമപരമായി നീങ്ങാനും കേരളം തയ്യാറായി. സാമ്പത്തിക ഗഡുക്കൾ തടഞ്ഞു വെച്ചിരിക്കുന്നതിന് എതിരായും കടമെടുപ്പ് പരിധിയിൽ ഫെഡറൽ തത്വങ്ങൾക്ക് അനുസരണമായി സംസ്ഥാനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയും ഉള്ള ഹർജി ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനെതിരായി ഗവർണർക്കും പ്രസിഡന്റിനുമെതിരെയും നിയമ പോരാട്ടത്തിലാണ് കേരളം. ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെ നിലനിന്ന് കാണാൻ സംസ്ഥാനങ്ങളുടെ ഭരണ അധികാരങ്ങൾ സംരക്ഷിക്കാൻ നാം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടികളുടെ അർഹമായ വിതരണം നടക്കുന്നില്ല, അതാണ് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയുമ്പോൾ ഒരു ബസ്സിന് മുടക്കി 1.5 കോടി മുതൽ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഔദ്യോഗിക വസതികൾക്ക് നടത്തിയ ലക്ഷങ്ങളുടെ കണക്കും ചൂണ്ടിക്കാട്ടി ഇതാണ് ധൂർത്ത്, അത് കാരണമാണ് മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നത് എന്ന ഭാഷ്യത്തിൽ നമ്മുടെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഭാഷ്യം ചമച്ചത് മനസ്സിലാക്കാം. എന്നാൽ ഇത്തരത്തിൽ പറയുന്ന എല്ലാ ചിലവുകളും കൂട്ടിയാൽ തന്നെ 50 കോടി കവിയില്ല എന്നിരിക്കെ അതാണ് നമ്മുടെ പ്രതിസന്ധിയുടെ മൂലകാരണമെന്ന് പറയാൻ സാമ്പത്തിക വിദഗ്ധരും ഉണ്ടായിരുന്നു എന്നത് പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു. കേരളത്തിൽ നിന്നും 20 എംപിമാർ നമുക്ക് പാർലമെന്റിലേക്കുണ്ടെങ്കിലും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യമായ ശബ്ദം ഉയർന്നു കേട്ടത് രാജ്യസഭയിൽ നിന്നാണ്. 20-ൽ 19 പേര് UDFിന്റെ പ്രതിനിധികളായിരുന്നു. എന്നിട്ടും സംഘപരിവാറിന്റെ കേരളത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനെതിരെയും ഒരു വാക്കുരിയാടുവാൻ UDF എംപിമാർ തയ്യാറായില്ല. കേരളത്തെ സാമ്പത്തികമായും ഭരണപരമായും ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഒരു ചെറുവിരലനക്കാൻ ഈ എംപിമാർ മുന്നോട്ട് വന്നില്ല. കേരളത്തിന്റെ വികസനത്തിൽ നിർണായകവും മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ പദ്ധതികളുടെ രൂപരേഖയ്ക്കനുസരണമായതിനാൽ പകുതി പണം കേന്ദ്ര നിക്ഷേപമായി വരേണ്ടിയിരുന്ന കേരയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറയാനാണ് അവർ ഒന്നിച്ചത്. കേന്ദ്രത്തിന്റെ വാദഗതികൾക്ക് വീര്യം പകരാൻ പാകത്തിൽ പ്രേമചന്ദ്രനും കേരള സദസ്സിന്റെ പശ്ചാത്തലത്തിൽ പ്രതാപൻ ഒരു നോട്ടീസ് കൊടുത്ത് ഇടപെട്ടതും മറക്കുന്നില്ല. ജനാധിപത്യവും മതേതരത്വവും ഭാരതത്തിൽ നിലനിൽക്കാൻ സംഘപരിവാറിനെ ഭരണത്തിൽ നിന്ന് ഇറക്കേണ്ടുന്നതോടൊപ്പം അവരുടെ പദ്ധതികൾക്ക് തടസ്സമായി ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ സാമൂഹിക മാനദണ്ഡങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തെ ഇന്ന് നേടിയ പുരോഗതികൾ നിലനിർത്തി വീണ്ടും മുന്നോട്ട് കുതിക്കാൻ നമുക്ക് അർഹതപ്പെട്ടത് അവകാശമായി കണ്ട് ചോദിച്ചു വാങ്ങിക്കാൻ കഴിയുന്ന എംപിമാരെയാണ് നമുക്ക് ആവശ്യം. ആരുടെയെങ്കിലും സങ്കുചിത നേട്ടത്തിനും താല്പര്യത്തിനും വേണ്ടി നമ്മളെ അവഹേളിക്കാൻ വരുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഓരോ മണ്ഡലത്തിലെയും ആവശ്യങ്ങൾക്കനുസരിച്ച് സുസ്ഥിരമായ വികസനങ്ങൾ പ്ലാൻ ചെയ്ത് നവകേരള നിർമ്മിതിക്കുതകുന്ന ജനപ്രതിനിധികളെ നമുക്ക് വേണം. ഇതിനെല്ലാം അപ്പുറം ഭാരതത്തിലെവിടെയും നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ ജാതി മത വംശീയ തൊഴിൽ കാരണങ്ങളാൽ എന്തെങ്കിലും അനീതി ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കാൻ മടിക്കാത്ത, അത്തരം അവസ്ഥകൾക്കെതിരെ നിരന്തരം ജാഗ്രതയും വേണ്ടി വന്നാൽ സമരം ചെയ്യാനും മടിക്കാത്ത എംപിമാരായിരിക്കണം കേരളത്തെ പ്രതിനിധീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടുന്നത് കേരളത്തിൻ്റെ ആവശ്യമാണ്, ധർമ്മമാണ്. സ്വന്തം വീടിടിച്ചു നിരത്താൻ വന്നവർക്ക് നേരെ കണ്ണീരുമായി അവർ പകച്ചു നിന്നപ്പോൾ ബുൾഡോസറിനും അവർക്കുമിടയിൽ വൃന്ദാക്കാരായിട്ട് നിലയുറപ്പിച്ചത് നാളെ ഡൽഹിയിൽ 4 വോട്ട് കിട്ടുമെന്ന് കരുതിയല്ല, പാവപ്പെട്ട ജനങ്ങൾ നേരിടുന്ന അനീതി കണ്ട് പ്രതികരിച്ചതാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, അവരുടെ മാത്രം ശക്തി. അത് നമ്മൾ കണ്ടറിയുക.